പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 22 ഞായർ. പ്രധാന വാർത്തകൾ. അറേബ്യൻ ഉൾക്കടലിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ കാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 11:10 ആണ് റിക്ടർ സ്കെയിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. കസബിൽ നിന്ന് ഏകദേശം 121 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന് നാളെ തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി തുടക്കം കുറിക്കും. ഫെസ്റ്റിവൽ സന്ദർശകർക്ക് മികച്ച അനുഭവം സമ്മാനിക്കുന്നതിനായി സേവന സന്നദ്ധരായ 500 വളണ്ടിയർമാരെ മസ്കത്ത് നഗരസഭ നിയമിച്ചു. സേവന തൽപരരായ രംഗത്തെത്തിയവരിൽ നിന്നാണ് വളണ്ടിയേഴ്സിനെ കണ്ടെത്തിയത്. ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം മസ്കത്ത് നഗരസഭ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി വിശദീകരിച്ചു നൽകി. യുവാക്കൾക്ക് മികച്ച തൊഴിൽ സേവന അവസരം കൂടിയാണ് മസ്കത്ത് ഫെസ്റ്റിവൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് വളണ്ടിയർമാരുടെ നിയമനം. 7 ഇടങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ എല്ലാ മേഖലയിലും വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. ഇവർക്ക് മികച്ച പരിശീലനവും സംഘാടകർ നൽകിയിട്ടുണ്ട്. കൂടുതൽ സന്ദർശകരെത്തുന്ന ആമിറാത്ത് പാർക്ക്, നസീം ഗാർഡൻ എന്നിവിടങ്ങളിൽ കൂടുതൽ സന്നദ്ധ സേവകരുടെ സാന്നിധ്യമുണ്ടാകും. ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 21 വരെ തലസ്ഥാനത്തെയും പരിസരങ്ങളിലെയും 7 വേദികളിലായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക. ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാകും. ശൈത്യകാല ടൂറിസത്തിന് മസ്കത്ത് നൈറ്റ്സ് ഒരു മുതൽക്കൂട്ടാവും. ഗുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പബ്ലിക് പാർക്ക്, നസീം പബ്ലിക് പാർക്ക്, അൽഹയിൽ ബീച്ച്, വാദി അൽ ഖൗദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്നിവയാണ് വേദികൾ. 700-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട്. 700-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും. ഡ്രോൺ ലൈറ്റ് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും. വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയനുകളും ഈ വർഷത്തെ പ്രത്യേകതയാണ്. ഫെസ്റ്റിവൽ കോമിക് ബുക്കുകൾ, ഗെയിമുകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തും. കുട്ടികൾക്ക് ആവേശം പകരാൻ വാർണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമായി ഉണ്ടാകും. തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഗുറം നാച്ചുറൽ പാർക്കിൽ ആയിരിക്കും. ഏകദേശം 10 ലക്ഷത്തോളം സന്ദർശകരെ ഫെസ്റ്റിവലിൽ ആകർഷിക്കുമെന്നാണ് സംഘാടകരായ നഗരസഭ പ്രതീക്ഷിക്കുന്നത്. ഒമാൻ കേരള സെക്ടറുകളിൽ ശൈത്യകാല അവധി ദിനങ്ങളിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുമായി ബജറ്റ് വിമാന കമ്പനികൾ. മുൻവർഷങ്ങളിൽ 3 ഇരട്ടി വരെ നിരക്ക് ഈടാക്കിയിരുന്ന റൂട്ടുകളിൽ ഇപ്പോൾ ഭേദപ്പെട്ട തുകയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. യാത്രക്കാർ കുറഞ്ഞത് നിരക്ക് കുറയ്ക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. ഇതര GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ടിക്കറ്റ് ലഭിക്കുന്നത് ഒമാനിൽ നിന്നുള്ള യാത്രക്കാർക്കാണ്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ക്രിസ്മസിന് തലേദിവസം പോലും 53.8 റിയാലിന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് ലഭിക്കും. പുതുവത്സരത്തിലും ഈ നിരക്കിൽ തന്നെ യാത്ര ചെയ്യാനാകും. മസ്കത്ത് കൊച്ചി സെക്ടറിൽ 59.8 റിയാലും കണ്ണൂരിലേക്ക് 62.8 റിയാലിനും ടിക്കറ്റുകൾ ലഭിക്കും. താരതമ്യേന നിരക്ക് കൂടുതലുള്ള മസ്കത്ത് തിരുവനന്തപുരം റൂട്ടിലും 83 റിയാലാണ് വൺ വേ ടിക്കറ്റ് നിരക്ക്. സലാം എയർ നിരക്കുകളിലും വലിയ മാറ്റമില്ല. എന്നാൽ ഈ സെക്ടറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരക്ക് 80 മുതൽ 100 റിയാലിന് മുകളിൽ വരെ ആയിരുന്നു. ശൈത്യദിനങ്ങളിലെ അവധിക്കാലം എത്തിയെങ്കിലും ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ യാത്രക്കാരുടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഉയർന്ന ടിക്കറ്റ് നിരക്കിനെ തുടർന്ന് നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച പലർക്കും അവധിക്കാലത്ത് നാടുപിടിക്കാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾ അടക്കം പലരും ഇത്തരത്തിൽ യാത്ര മാറ്റിവെച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്മസ്, പുതുവത്സര ദിനങ്ങളിൽ നാട്ടിൽ ചെലവഴിച്ച് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന പലർക്കും വരും ദിവസങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് തിരിക്കാം. അതേസമയം
മടക്കയാത്രയ്ക്കും കുറഞ്ഞ ചിലവിൽ ടിക്കറ്റുകൾ ലഭിക്കും. ജനുവരി ആദ്യവാരത്തിൽ കോഴിക്കോട് നിന്ന് മസ്കത്തിലേക്ക് 54 റിയാലിന് വരെ ടിക്കറ്റുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ലഭ്യമാണ്. പുതുവത്സരം കഴിഞ്ഞ് മടങ്ങുന്നവർക്കും ഈ നിരക്കിൽ ടിക്കറ്റുകളുണ്ട്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള നിരക്കുകളും ഏറെക്കുറെ സമാനമാണ്. താരതമ്യേന ഉയർന്ന നിരക്ക് തിരുവനന്തപുരത്ത് നിന്നാണ്. എങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ചും ഇതര GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചും ഒമാനിലേക്ക് കുറഞ്ഞ ചെലവിൽ വരാനാകും. ജനുവരി ആദ്യവാരത്തിലാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ അവധിക്ക് ശേഷം തുറക്കുക. ഈ ദിവസങ്ങളിൽ തിരിച്ചുവരുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലെ ടിക്കറ്റുകൾ ആശ്വാസകരമാകും. വലിയ തുക നൽകി നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കിയവർ വിരൽ കടിക്കുകയും ചെയ്യുകയാണിപ്പോൾ. ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ നാടണഞ്ഞ കുടുംബങ്ങളുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പലരും മടക്കയാത്ര അടക്കമുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ് നിരക്ക് ഉയർന്നതിനാൽ നാട്ടിലെത്തിയ ശേഷം മടക്ക ടിക്കറ്റ് എടുക്കാമെന്ന് കരുതിയവരും ഏറെ. അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അവധിക്കാലത്ത് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുകയാണ്. മറ്റു രാഷ്ട്രങ്ങളിൽ കുടുംബസമേതം അവധിക്കാലം ചെലവഴിക്കുകയാണ് പലരും. ഉംറ യാത്രയ്ക്ക് പുറപ്പെട്ടവരും ഏറെ. സൗദിയിലേക്കുള്ള യാത്രാ നടപടികൾ എളുപ്പമായത് പ്രവാസികൾക്ക് ഗുണകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാല ഉംറ പാക്കേജുകളിലായി നിരവധി പ്രവാസി കുടുംബങ്ങളാണ് ഉംറ സംഘങ്ങൾക്കും ട്രാവൽ ഏജൻസികൾക്കും ഒപ്പം ഉംറയ്ക്കായി തിരിച്ചത്. നാട്ടിൽ നിന്ന് കുടുംബത്തെ ഒമാനിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്നും ഉംറയ്ക്ക് പോകുന്നവരും പ്രവാസികളുണ്ട്. ഡിസംബർ അവസാനത്തോടെ മടങ്ങിവരുന്ന രൂപത്തിലാണ് ഒമാനിൽ നിന്നുള്ള ഉംറ പാക്കേജുകൾ. സുൽത്താനേറ്റിലെ വ്യാവസായിക മേഖലയിൽ സ്വദേശിവൽക്കരണത്തിൽ മികച്ച മുന്നേറ്റം. ഈ വർഷം ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ 5% സ്വദേശിവൽക്കരണം സാധ്യമാക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ 1145 പുരുഷന്മാരും 563 സ്ത്രീകളും ഉൾപ്പെടെ മൊത്തം 1708 ഒമാനികൾക്ക് ജോലി ലഭിച്ചു. ഈ മേഖലയിലെ മൊത്തം ഒമാനി തൊഴിലാളികളുടെ എണ്ണം 30,993 ആയി. ഈ വർഷം 1000 ഒമാനികൾക്ക് തൊഴിൽ നൽകുകയെന്ന ലക്ഷ്യമാണ് തൊഴിൽ മന്ത്രാലയം ആദ്യം നിശ്ചയിച്ചിരുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുക മാത്രമല്ല 5%-ലധികം എത്തുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ സാങ്കേതികവും സ്പെഷ്യലൈസേഷനും പ്രാദേശികവൽക്കരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും എംപ്ലോയ്മെന്റ് ഫയൽ ടീം മേധാവിയുമായ ഡോക്ടർ അഹമ്മദ് ബിൻ ഗൽഫാൻ അൽ ബദാവി ഊന്നി പറഞ്ഞു. ഈ പുരോഗതി രാജകീയ അംഗീകാരത്തോടെ ഈ വർഷത്തിന്റെ മധ്യത്തിൽ ആരംഭിച്ച ഒമാന്റെ വ്യാവസായിക തന്ത്രം 2040ന്റെ ഭാഗമാണ്. 125 സംരംഭങ്ങൾ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ തന്ത്രം ഇതിനകം നല്ല ഫലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 140 സംരംഭങ്ങൾ മറ്റ് അധികാരികൾ നടപ്പിലാക്കുന്നു. മാസങ്ങൾക്കിടെ നിരവധി സ്വദേശിവൽക്കരണ നടപടികളാണ് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ വിവിധ മേഖലകളിലെ വിസ വിലക്കുകളും നിലനിൽക്കുന്നുണ്ട്. തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 30-ലധികം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്നു. നിലവിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ 100 കണക്കിന് തസ്തികകളിൽ പ്രവാസികൾക്ക് തൊഴിൽ വിലക്കുണ്ട്. പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയവും പുറത്തുവിട്ടിരുന്നു. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ, IT മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കും. സർക്കാർ നിർദ്ദേശിച്ച സ്വദേശിവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരു ഇടപാടുകളും ഉണ്ടായിരിക്കില്ലെന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരം ഉണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശിവൽക്കരണ തോത് നടപ്പാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയുണ്ടാകും. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു.
ഈ മാസം 31 വരെയാണ് അനുവദിച്ച സമയം. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട്. അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.